ഫുട്ബോൾ നടക്കുന്ന ഈ അവസരത്തിൽ ഫുട്ബോൾ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയ ചില മത്സരങ്ങളും ഒന്ന് അവലോകനം ചെയ്യാം. ഇപ്പോഴും വാട്സപ്പിൽ വൈറലായി ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ഉണ്ട്. ആ മത്സരം നടന്നത് 2003-ലാണ്. ഇറാനും ഡെൻമാർക്കും തമ്മിലാണ് അന്ന് ഏറ്റുമുട്ടിയത്. ഇരുവരും തമ്മിലുള്ള മത്സരം വളരെ ആവേശകരമായി തന്നെ മുന്നോട്ട് പോവുകയായിരുന്നു. ശക്തമായ ആ പോരാട്ടത്തിനിടയിൽ കാണികളിൽ നിന്നും ഒരാൾ പെട്ടെന്ന് ഒരു വിസിലെടുത്ത് ഊതുന്നു. അത് കേട്ടപാടെ ആദ്യ പകുതി അവസാനിച്ചെന്ന് കരുതി ഇറാന്റെ ഡിഫൻഡർ പെനാൽറ്റി ബോക്സിൽ വെച്ച് പന്ത് തന്റെ കൈകൾ കൊണ്ടെടുക്കുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ കളി തീർന്നിട്ടില്ല എന്ന കാരണം കൊണ്ട് തന്നെ കളിയിലെ നിയമങ്ങൾ അനുസരിച്ച് റഫറി ഇറാന് എതിരായി ഒരു പെനാൽറ്റി വിധിക്കും. ഇറാൻ കളിക്കാർ തങ്ങൾ തെറ്റിദ്ധരിക്കപ്പെട്ടതാണെന്ന് റഫറിയെ ബോധ്യപ്പെടുത്താനായി ശ്രമിച്ചെങ്കിലും അതൊന്നും ഫലം കണ്ടില്ല. ഡെൻമാർക്ക് ടീമിലുള്ള കളിക്കാർക്കും അറിയാമായിരുന്നു ഇറാനിയൻ ഡിഫൻഡർക്ക് ഇതൊരു അബദ്ധം പറ്റിയതാണ്. എന്നാൽ റഫറി പെനാൽറ്റി അനുവദിച്ചതോടെ അവർക്ക് അതുപോലെ ചെയ്യേണ്ടി വന്നു. പിന്നീടാണ് ഫുട്ബോൾ ലോകത്തിന് മുഴുവൻ അഭിമാനം പകരുന്ന ആ സംഭവം നടക്കുന്നത്. ഡാനിഷ് മിഡ്ഫീൽഡർ ആയിരുന്ന മോർട്ടൻ വിഹാസ്റ്റ് ആ പെനാൽറ്റി മനഃപൂർവ്വം പുറത്തേക്ക് അടിച്ചു കളയുകയായിരുന്നു. തങ്ങൾക്ക് അർഹതയില്ലാത്ത, എതിർ ടീമിന് യാതൊരു പങ്കുമില്ലാത്ത ആ പെനാൽറ്റി വേണ്ടെന്ന മാനേജർ മോർട്ടൻ ഓസ്റ്റിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു അദ്ദേഹം അങ്ങനെ ചെയ്തത്. ആ മത്സരത്തിൽ പിന്നീട് ഡെൻമാർക്ക് 1-0 തോൽക്കുകയും ചെയ്തു. എന്നാൽ ഫുട്ബോൾ ആരാധകരുടെ മനസ്സ് കീഴടക്കിയാണ് ഡെൻമാർക്ക് താരങ്ങൾ അന്ന് മൈതാനം വിട്ടത്. ഫുട്ബോൾ വെറും കളി മാത്രമല്ല, അത് സ്നേഹമാണ്, കരുതലാണ്, മാനുഷിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഒന്നാണെന്ന് ഈ ലോകത്തോട് വിളിച്ചു പറയുകയായിരുന്നു ഡെൻമാർക്ക് ടീം. സ്റ്റേഡിയത്തിൽ മുഴങ്ങുന്ന ഈ വിസിൽ മറ്റൊരിക്കലും പ്രശ്നം ഉണ്ടാക്കിയത് 1982-ലെ ലോകകപ്പിൽ ഫ്രാൻസും കുവൈറ്റും തമ്മിലുള്ള മത്സരത്തിലാണ് ഈ നാടകീയ സംഭവങ്ങൾ ഉണ്ടായത്. മത്സരത്തിൽ ഫ്രാൻസ് 3-1 മുന്നിട്ട് നിൽക്കുമ്പോൾ ഫ്രഞ്ച് താരം അലൈൻ ഗിറസെ ടീമിനായി 4ാമത്തെ ഗോളും നേടുന്നു. എന്നാൽ ഗാലറിയിൽ നിന്നുള്ള വിസിൽ ശബ്ദം കേട്ട് റഫറിയാണ് കളി നിർത്തിയതെന്ന് കുവൈറ്റ് ടീം കരുതിയ സമയത്താണ് ഈ ഗോൾ അടിക്കുന്നത്. ഈ കാരണം എടുത്തു പറഞ്ഞുകൊണ്ട് കുവൈറ്റ് താരങ്ങൾ അവിടെ പ്രതിഷേധിക്കാനും ആരംഭിച്ചു. ഈ സമയത്ത് കുവൈറ്റ് ഫുട്ബോൾ അസോസിയേഷൻ പ്രസിഡന്റും ഷെയ്ഖ് ഫാമിലിയിലെ അംഗവുമായ ഷെയ്ഖ് ഫഹദ് നേരിട്ട് മൈതാനത്തിറങ്ങി റഫറിയുമായി തർക്കിച്ചു. ഈ ഗോൾ റദ്ദാക്കിയില്ലെങ്കിൽ കുവൈറ്റ് ടീമിനെ കളിയിൽ നിന്ന് പിൻവലിക്കുമെന്ന് അദ്ദേഹം ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. ഷെയ്ഖിന്റെ ഈ കടുത്ത സമ്മർദ്ദത്തിന് വഴങ്ങി റഫറി മിറോസ്ലോവ് ഷുപാറിനെ ആ ഗോൾ റദ്ദാക്കേണ്ടി വന്നു. മത്സരം ഫ്രാൻസ് 4-1 വിജയിക്കുകയും ചെയ്തു. എന്നാൽ ഈ അത്യപൂർവ സംഭവത്തെ തുടർന്ന് കുവൈറ്റ് ഷെയ്ഖിന് ഫിഫ പിഴ ചുമത്തുകയും ഷെയ്ഖിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങിയ ആ റഫറിയുടെ അന്താരാഷ്ട്ര പദവി എന്നേക്കുമായി റദ്ദാക്കുകയും ചെയ്തു. കുവൈറ്റ് ഫുട്ബോളിനെ ലോകവേദിയിൽ എത്തിക്കാൻ മുൻകൈയെടുത്ത ആ ഷെയ്ഖ് 1990-ൽ ഇറാഖ് കുവൈറ്റിനെ ആക്രമിച്ചപ്പോൾ സജീവമായി തന്നെ രംഗത്തുണ്ടായിരുന്നു. കുവൈറ്റ് ഭരണാധികാരിയുടെ ദസ്മാൻ കൊട്ടാരം സംരക്ഷിക്കുന്നതിനിടെ ഇറാഖി സൈന്യവുമായുള്ള പോരാട്ടത്തിലാണ് അദ്ദേഹം കൊല്ലപ്പെടുന്നത്.